തൽഹ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ ഒരാളാണ്. അതുപോലെ ആദ്യം ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച 8 പേരിൽ ഒരാളാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രേരണ പ്രകാരം ഇസ്ലാം സ്വീകരിച്ച 5 പേരിൽ ഒരാളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ശേഷം ആര് ഖലീഫയാകണം എന്നുള്ള തീരുമാനത്തിന് വേണ്ടി നിർദ്ദേശിച്ച 6 പേരുകളിൽ ഒരാളാണ്. ഇങ്ങനെ പേരുകൾ എടുത്തു നോക്കുമ്പോൾ എല്ലായിടത്തും ഒന്നാം സ്ഥാനത്ത് വരുന്ന ഒരു നാമമാണ് മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിൻ്റേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ നന്മകൾ കണ്ടിട്ട് പല വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൽഹത്തുൽ ഖൈർ, നന്മയുടെ തൽഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചത്. മറ്റൊരു സന്ദർഭത്തിൽ തൽഹത്തുൽ ജൂദ്, ഉദാരതയുടെ തൽഹ എന്നാണ് വിളിച്ചത്. വേറൊരു സന്ദർഭത്തിൽ തൽഹത്തുൽ ഫയ്യാദ്, നന്മകളും ദാനശീലവും എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന തൽഹ എന്നാണ് മറ്റൊരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: മൻ അറാദ അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ റിജ്ലൈഹി ഫൽയൻദുർ ഇലാ തൽഹത്ത് ബിൻ ഉബൈദില്ല. 2 കാലിൽ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷഹീദിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തൽഹത്ത് ബിൻ ഉബൈദില്ലയെ നോക്കിയാൽ മതിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തൽഹ റളിയല്ലാഹു അൻഹു മക്കയിലെ സാധാരണക്കാരെ പോലെ തന്നെ കച്ചവടക്കാരനായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു. കച്ചവട യാത്രകൾ സ്ഥിരമായി നിരന്തരമായി ചെയ്തിരുന്ന ആളാണ്. ഒരിക്കൽ കച്ചവട യാത്രയിൽ അദ്ദേഹം ബുസ്ര എന്ന പട്ടണത്ത് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സംസാരിക്കുന്നത് കേട്ടത്. ഹൽ ജാ അഹ്മദു എന്ന് അദ്ദേഹം മക്കയുടെ ഭാഗത്ത് നിന്ന് പോയ കച്ചവടക്കാരോട് ചോദിക്കുന്നുണ്ട്. അഹ്മദ് എന്ന പ്രവാചകൻ മക്കയിൽ വന്നോ എന്ന്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ആ പ്രവാചകൻ്റെ അവസാന പ്രവാചകൻ്റെ ആഗമന സമയമായിട്ടുണ്ട് എന്ന്. ഇത് കേട്ട് അതിവേഗത്തിൽ തൽഹ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചു വരിക. വന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് തൽഹ റളിയല്ലാഹു അൻഹു നാട്ടിൽ നിന്ന് കേൾക്കുന്നു. കേട്ടത് നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് തൽഹ റളിയല്ലാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത്. 2 പേരും വലിയ കച്ചവടക്കാർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനാണ്, തൽഹ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനാണ്. അങ്ങനെ അവർ വലിയ സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് തൽഹ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും തങ്ങളുടെ നുബുവത്തിനെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു തൽഹ റളിയല്ലാഹു അൻഹുവിനെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും തൽഹ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തൽഹ റളിയല്ലാഹു അൻഹു വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് സമയത്ത് അദ്ദേഹത്തിന് വലിയ പ്രായമൊന്നുമില്ല, വളരെ ചെറുപ്പപ്രായമാണ്. ചെറുപ്പപ്രായത്തിൽ തന്നെ നല്ല കച്ചവടക്കാരനാണ്, നല്ല ബുദ്ധിമാനാണ്, അസാധാരണമായ ധൈര്യമുള്ള വ്യക്തിയായിരുന്നു. അസദു ഖുറൈഷിൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഖുറൈഷികളുടെ സിംഹം എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഈ 2 ഗുണങ്ങളും ഒരുപോലെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്ന് ധീരതയും മറ്റൊന്ന് ഉദാരതയും. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായ സ്വഭാവങ്ങളാണ് എന്ന് പൊതുവെ അറബി സാഹിത്യങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഒരാൾ ധീരനാണെങ്കിൽ അയാൾ ധർമ്മിഷ്ഠനുമായിരിക്കും, സമ്പത്ത് കൊടുക്കാനുള്ള മനസ്സുള്ള ആളായിരിക്കും. ഇത് രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കുന്ന സ്വഭാവങ്ങളാണ് എന്ന് ഒരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. ഏതായാലും ഈ 2 ഗുണങ്ങളിലും വളരെ മുമ്പിൽ നിന്നിരുന്ന വ്യക്തിയാണ് തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ: അൻഫഖ മാലൻ കസീറൻ ഫീ തജ്ഹീസി ഗസ്വത്തിൽ ഉസ്ര, തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോടെല്ലാം പൊതുവായി സമ്പത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ പൊതുവായി പിരിവ് നടന്ന യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ആ പിരിവിൽ സഹാബാക്കൾ എല്ലാവരും കൊണ്ടുവന്ന് കുറേയേറെ
പൈസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു കൊടുത്തു. ആ സമയത്ത് വലിയൊരു തുകയാണ് തൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്. അതുപോലെ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളിൽ നിന്നും 10-14ഓളം തടവുകാർ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 10ഓളം പേരുടെ മോചന ദ്രവ്യം കൊടുത്ത് അവരെ മോചിപ്പിച്ചത് തൽഹ റളിയല്ലാഹു അൻഹു സ്വന്തം പൈസയിൽ നിന്നാണ്. വലിയൊരു തുകയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭൂമി വിൽക്കുകയും വിറ്റ് കാശുമായി വീട്ടിൽ വന്ന് അന്നത്തെ രാത്രി മുഴുവൻ അസ്വസ്ഥനായി കഴിഞ്ഞുകൂടുകയും പിറ്റേന്ന് രാവിലെ തന്നെ 700,000 എന്നാണ് 70,000 ദിർഹം അഥവാ സ്വർണ്ണ നാണയത്തിനാണ് അദ്ദേഹം ഭൂമി വിറ്റത്. ആ വലിയ തുക മുഴുവൻ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അദ്ദേഹം സദഖ ചെയ്ത് തീർത്തു. സമ്പത്ത് കയ്യിലിരിക്കുന്നതിൽ അത്രയും അസ്വസ്ഥനായിരുന്നു അദ്ദേഹം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ എല്ലാ വർഷവും 10,000 സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ആവശ്യക്കാർക്കെല്ലാം വിതരണം ചെയ്യാൻ, മുസ്ലിമീങ്ങളായ ഫുഖറാക്കൾക്ക് വിതരണം ചെയ്യാൻ എല്ലാ വർഷവും 10,000 സ്വർണ്ണ നാണയങ്ങൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും കടക്കാരാണെന്നറിഞ്ഞാൽ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ആ വ്യക്തിയുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറുന്നതിന് വേണ്ട കാര്യങ്ങൾ തൽഹ റളിയല്ലാഹു ചെയ്തു കൊടുക്കുമായിരുന്നു. കുടുംബത്തിൽ ആർക്കെങ്കിലും എത്ര ഭാരിച്ച തുക കടമുണ്ടെന്നറിഞ്ഞാലും ആ കടങ്ങളെല്ലാം അദ്ദേഹം വീട്ടി കൊടുക്കുമായിരുന്നു. അങ്ങനെ കുടുംബത്തിൽ ഒരാൾക്ക് വേണ്ടി പോലും അദ്ദേഹം 80,000 സ്വർണ്ണ നാണയം കടം വീട്ടിയതിൻ്റെ ചരിത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും കുടുംബത്തിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു, ധൈര്യത്തിൽ കടം വാങ്ങാമായിരുന്നു. അതിനുവേണ്ടി അല്ലോട്ടോ ഇത് പറയുന്നത്. കുടുംബത്തിൽ ആർക്കെങ്കിലും കടം ഉണ്ടെങ്കിൽ അത് വീട്ടാൻ നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച് പറയാനാണ്. പൊതുവേ നമ്മുടെയൊക്കെ എന്തെങ്കിലും വരുന്ന വഴികളുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നാൽ നന്നായിരുന്നു എന്ന് ആലോചിക്കേണ്ട. നമ്മളങ്ങനെ ഒരാളാകാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൽഹ വ സുബൈർ ജാറായ ഫിൽ ജന്ന, സ്വർഗത്തിൽ എൻ്റെ അയൽവാസികളായിരിക്കും തൽഹയും സുബൈറും റളിയല്ലാഹു അൻഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിൻ്റെ സംഭവം മിനിങ്ങാന്ന് നമ്മൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, ഉഹദ് യുദ്ധത്തിൽ സഹാബാക്കളുടെ സംഘം ചിതറി ഓടിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ജീവാർപ്പണം ചെയ്ത കുറച്ച് സഹാബാക്കളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഒരാളാണ് മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല, അതിൽ ഒന്നാമൻ തൽഹ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തൽഹ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണെന്ന്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് അത്രയേറെ മുറിവേറ്റാൽ അയാൾ മരിക്കേണ്ടതാണ്, രക്തസാക്ഷിയാകേണ്ടതാണ്. അത്രത്തോളം മുറിവുകൾ അദ്ദേഹത്തിന് ഏറ്റിരുന്നു. 80ഓളം മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ മുറിവുകൾ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൈ തളർന്നു പോയിരുന്നു. ഉഹദ് യുദ്ധത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅയ്തു യദ തൽഹത ശല്ലാ, തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ തളർന്നതായിരുന്നു ഉഹദിന് ശേഷം. അത് കാരണം ആ ഉഹദിലേറ്റ പരിക്കിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പരിക്കുകൾ അദ്ദേഹത്തിൽ ജീവിതാന്ത്യം വരെ നിലനിന്നിരുന്നു. അത്രമേൽ വലിയ ഒരു ത്യാഗമാണ് തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിന് വേണ്ടി, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തത്. കാരണം ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം നബിയാണ്. നബിയുടെ ജീവൻ എടുക്കാനാണ് അവർ ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹാബാക്കളെല്ലാവരും പല ഭാഗത്തേക്ക് ചിതറി ഓടിയിരിക്കുകയാണ്. ചെറിയ ആൾക്കാർ മാത്രമേ നബിയോടൊപ്പം ഉള്ളൂ. ഏറ്റവും നല്ല അവസരമായി അവരതിനെ കണ്ടതാണ്. ആ അവസരം വിനിയോഗിക്കാൻ വേണ്ടുന്ന കൂട്ടായ ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ തൽഹ റളിയല്ലാഹു അൻഹുവും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും പോലെ 2-3 പേരാണ് അത്രയും വരുന്ന വലിയ സംഘത്തിന് വന്ന മുഴുവൻ ആയുധങ്ങളെയും സ്വന്തം ശരീരം കൊണ്ട് നേരിട്ടത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന ഷഹീദ് എന്ന് പറഞ്ഞത്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുഴിയിൽ വീഴുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താങ്ങിയെടുത്ത് ആ പാറയുടെ മുകളിൽ ഇരുത്തിയത് തൽഹ റളിയല്ലാഹു അൻഹു ആണ്. അത്രമേൽ ക്ഷീണിതനായിരുന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൽഹ റളിയല്ലാഹു അൻഹു വിട്ടുകളഞ്ഞില്ല.
ആ പാറയിൽ കയറ്റി ഇരുത്തിയ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വജബത്ത്, തൽഹയ്ക്ക് സ്വർഗം നിർബന്ധമായി പോയി. തൽഹ ഈ ചെയ്ത സേവനത്തിന് സ്വർഗത്തിൽ കുറഞ്ഞതൊന്നും ഇല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ അന്നേരം പറയുമായിരുന്നു, ആ യുദ്ധം മുഴുവൻ തൽഹ കൊണ്ടുപോയി. ആ യുദ്ധം കൊണ്ട് ലഭിക്കേണ്ടുന്ന പ്രതിഫലം എന്താണോ അത് മുഴുവൻ നേടിയെടുത്തത് തൽഹയാണ്. കാരണം റസൂലുള്ളാഹി എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇട്ടിട്ട് സഹാബാക്കളെല്ലാം ഓടിപ്പോയെന്നല്ല. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തോന്നും, അത്രയും സഹാബാക്കളുടെ ഇവർ 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണെന്ന് അറിയാനുള്ള ഓട്ടത്തിലായിരുന്നു ബാക്കിയുള്ളവർ. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല ചെയ്യപ്പെട്ടു, ഷഹീദായി എന്ന ഒരു വെറും വാർത്ത പ്രചരിക്കുകയും ആ സമയത്ത് കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ ആയിപ്പോയി ഞങ്ങൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹവിയോഗം ഇത്ര പെട്ടെന്നുണ്ടാകുമെന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്തിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. സഹാബാക്കൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹുവിനെ പോലെ, അലി റളിയല്ലാഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലുള്ളവർക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദായി എന്നുള്ള വാർത്ത പരന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കണ്ണു കാണാതെയായി, എന്താ ചെയ്യേണ്ടെന്നറിയാതെയായി. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഓടി നടന്നു, എവിടെയാണ് റസൂലുള്ളത്? ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ റസൂലിനെ ഞാൻ അന്വേഷിച്ചു, എവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മരണപ്പെട്ട് കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ റസൂലിനെ അന്വേഷിച്ച് നോക്കി, അവിടെ എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഞാൻ കടന്നു എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇങ്ങനെ ധീരരായ സഹാബാക്കളുണ്ട് കൂട്ടത്തിൽ. അവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവത്യാഗത്തിന് തയ്യാറുമാണ്. പക്ഷെ നബി എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ ഈ പറഞ്ഞ കുറച്ചു പേർക്കാണ് അവസരം കിട്ടിയത്. അവർ ആ അവസരം അവരുടെ ജീവൻ തന്നെ കൊടുത്തിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് തൽഹ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉഹദിൻ്റെ മഹത്വം മുഴുവൻ തൽഹയാണ് കൊണ്ടുപോയത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ശാരീരിക അവസ്ഥ, ഉഹദ് രംഗമൊക്കെ ഒന്ന് ശാന്തമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന ആ പാറ ഇന്നും അവിടെ കൃത്യമായി അറിയാവുന്നതാണ്. ചില ഉഹദൊക്കെ സന്ദർശിക്കുന്ന ആൾക്കാർ അല്പം കണ്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ന് തൽഹ റളിയല്ലാഹു അൻഹു കൊണ്ടുയിരുത്തിയ പാറ, ആ കല്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് സമാധാനത്തിലാകുന്നു, യുദ്ധമൊന്ന് ശാന്തമാകുന്നു, ഓരോരുത്തരും അവരവരുടെ വഴിയിലേക്ക് പോകുന്നു. ആ സമയത്ത് ഓടിക്കൂടുന്ന സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൂനക്കും അഖാക്കും, നിങ്ങൾ ആ തൽഹയെ നോക്കൂ, തൽഹയെ നോക്കൂ, തൽഹയ്ക്ക് വേണ്ടത് എന്താണെങ്കിൽ ചെയ്തു കൊടുക്കൂ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വേണ്ടുന്ന മുറിവ് ഭേദമാകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിക്കൂടുന്ന സഹാബാക്കളോട് പറഞ്ഞതെങ്കിൽ അത്രമേൽ വലിയ ഒരു ചരിത്രത്തിൻ്റെ ശേഷിപ്പുമായിട്ടാണ് തൽഹ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്നും യാത്രയായിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു, റഅയ്തു യദ തൽഹത ശല്ലാഅ വഖാ ബിഹാ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഉഹദ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ തളർന്നു പോയിരുന്നു എന്ന്. മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, തൽഹ റളിയല്ലാഹു അൻഹുവും സഅദ് റളിയല്ലാഹു അൻഹുവുമാണ് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഏറ്റവും ആദ്യം എത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ, ഈ നിലയിൽ സംരക്ഷിക്കാൻ അവസരം കിട്ടിയതും. അത് തന്നെ തൽഹ റളിയല്ലാഹു അൻഹുവിനും സഅദ് റളിയല്ലാഹു അൻഹുവിനും കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്, ഏറ്റവും വലിയ ഒരു സ്ഥാനവുമാണ്. ومنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ومن المؤمنين رجال صدقوا ما عاهدوا الله عليه منهم من قضى نحبه ومنهم من ينتظر. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ച സഹാബാക്കളെ സംബന്ധിച്ചും ഇനിയും ഷഹാദത്തിനുള്ള അവസരം കാത്തിരിക്കുന്ന സഹാബാക്കളെ സംബന്ധിച്ചും അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള കരാറ്, ദീനിൻ്റെ പേരിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ തയ്യാറായ സഹാബാക്കൾ, അതിലൂടെ ഷഹാദത്ത് വരിച്ചവരും ഷഹാദത്തിനെ കാത്തിരിക്കുന്നവരുമായ സഹാബാക്കളെ സംബന്ധിച്ച് പറയുന്ന ഒരായത്താണത്. വമിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ചില ആണുങ്ങളുണ്ട്, സദഖു മാ അഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് ചെയ്ത കരാറുകളെ
പൂർണ്ണമായും പാലിച്ച ആണുങ്ങളുണ്ട്. മിൻഹും മൻ ഖദാ നഹ്ബഹു, അതിൽ ചിലർ ഈ ലോകം വിട്ടു പോയി, അവർ ഷഹാദത്ത് വരിച്ചു എന്ന് പറഞ്ഞിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൽഹയുടെ റളിയല്ലാഹുവിൻ്റെ പേര് പറഞ്ഞു. എന്ന് വെച്ചാൽ അദ്ദേഹം ഫലത്തിൽ മരണപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എന്നാണ്. ഷഹാദത്ത് വാങ്ങി ഈ ലോകത്ത് നിന്നും യാത്രയായവരുടെ കൂട്ടത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹ റളിയല്ലാഹു അൻഹുവിനെ എണ്ണിയത്. ഒരു ദിവസം ഒരു മലയുടെ മുകളിൽ സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്നുണ്ട്. കുറച്ച് സഹാബാക്കൾ കൂടെയുണ്ട്. ആ സമയത്ത് ആ മല ഒന്ന് വിറച്ചു. ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാകും സംഭവം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഈ പർവ്വതം നീ ശാന്തമാകണം, നിൻ്റെ മുകളിലുള്ളത് നബിയും സിദ്ദീഖും ഷഹീദുമാണ് എന്ന്, ശുഹദാക്കളുമാണ് എന്നും. ആ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ആ സംഘത്തിൽ അപ്പോൾ തൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദാണ് എന്ന് നേരത്തെ പറഞ്ഞ വ്യക്തിയാണ് തൽഹ റളിയല്ലാഹു അൻഹു. ആ ഷഹാദത്ത് ഫലത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് ഉഹദ് യുദ്ധത്തിലും ആണ് എന്ന് ആ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ നമ്മൾ സുബൈർ റളിയല്ലാഹുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവസാന സമയത്ത് അലി റളിയല്ലാഹു അൻഹുമായിട്ട് ചില ചേർച്ചക്കുറവുകൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തൽഹ റളിയല്ലാഹു അൻഹുവിനോടും അലി റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ആ സമയം അദ്ദേഹം രണാങ്കണത്തിൽ നിന്നും പിൻവാങ്ങി. പക്ഷേ തൽപര കക്ഷികൾ രണ്ട് സംഘത്തിലും ഉണ്ടായിരുന്നു. ഈ രണ്ട് സംഘങ്ങളെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയ പ്രശ്നക്കാരായ കുഴപ്പക്കാരായ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ തൽഹ റളിയല്ലാഹു അൻഹുവിനെ അമ്പെയ്ത് കൊല ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് തൽഹ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. അലി റളിയല്ലാഹു അൻഹു തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെയും സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ജനാസ ഖബറടക്കം ചെയ്തതിന് ശേഷം പറഞ്ഞ വാക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നീല അർജു അൻ അകൂന അന വതൽഹത്തു വസുബൈർ വഉസ്മാൻ മിനല്ലദീന ഖാല അല്ലാഹു ഫീഹിം വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുറുരിൻ മുതഖാബിലീൻ. എനിക്ക് ഞാനും തൽഹയുമായിട്ട് ചില ഇഷ്ടക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്ടക്കേടുകൾ പക്ഷേ അത് നിലനിൽക്കില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പരലോകത്ത് സ്വർഗത്തിലെത്തുന്ന മനുഷ്യരുടെ മനസ്സിൽ നിന്നും ആരോടെങ്കിലും ഉള്ള പകകൾ ഇഷ്ടക്കേടുകളെല്ലാം എടുത്തു മാറ്റും അല്ലാഹു തആല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. സ്വർഗത്തിൽ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണത്. ജീവിതം ആസ്വദിക്കാൻ തന്നെ കഴിയണമെങ്കിൽ ഇഷ്ടക്കേടുകൾ മനസ്സിൽ നിന്ന് മാറണം. ആരെങ്കിലോടൊക്കെ ഇഷ്ടക്കേടുമായിട്ട് നടന്നാൽ ആ വ്യക്തിക്ക് അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. നമ്മളുടെ ജീവിതമാണ് രസമില്ലാതായി പോകുന്നത്. ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും ആരോടെങ്കിലും വെറുപ്പോ പകയൊക്കെ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് മറ്റുള്ളവരോടുള്ള വെറുപ്പും ഇഷ്ടക്കേടും പകയും കുശുമ്പും എല്ലാം എടുത്ത് മാറ്റിക്കളയും. അങ്ങനെ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന, അങ്ങനെ സൗഹൃദം, സ്നേഹ സൗഹൃദം അല്ലാഹു തആല സ്വർഗത്തിലുള്ള എല്ലാവരുടെ ഇടയിലും സ്ഥാപിക്കും. ഒരുപക്ഷെ ഇവിടെ വലിയ ഇഷ്ടക്കേടിൽ കഴിഞ്ഞ ആൾക്കാരായിരിക്കും. രണ്ടുപേരും സ്വർഗത്തിലെത്തിയാലും അവിടെ വെച്ച് അവർ വലിയ ഇഷ്ടത്തിലായിരിക്കും. അവരുടെ മനസ്സിലുള്ള ആ വെറുപ്പുകളെല്ലാം അല്ലാഹു തആല മാറ്റിക്കളയും എന്ന് പറഞ്ഞതുപോലെ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ ചില ഇഷ്ടക്കേടുകളുണ്ടായിരുന്നു, പക്ഷേ ഞാനും തൽഹയും സുബൈറും ഉസ്മാനും റളിയല്ലാഹു അൻഹും എല്ലാവരും അല്ലാഹു തആല ഞങ്ങളുടെ മനസ്സിലെ ഈ പറഞ്ഞ ഇഷ്ടക്കേടുകളെല്ലാം എടുത്തു മാറ്റി ഇഖ്വാനുകൾ, സഹോദരങ്ങളായി ഞങ്ങളെ മാറ്റുമെന്നും അങ്ങനെ സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുമെന്നും അലാ സുറുറിൻ മുതഖാബിലീൻ, ചാരുമഞ്ചങ്ങളിൽ പരസ്പരം അഭിമുഖമായി ഇരുന്ന് സന്തോഷം പങ്കിടുന്ന ആ സ്വർഗീയമായ ആ അനുഭൂതിയെ സംബന്ധിച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഏതായാലും ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ടുന്ന വ്യക്തിപരമായ സവിശേഷതകൾ, സമ്പത്ത് കൊണ്ട്, ധീരത കൊണ്ട്, വ്യക്തിപരമായ മാഹാത്മ്യം കൊണ്ട് അതെല്ലാം നേടിയെടുക്കുകയും ഇസ്ലാമിനെക്കുറിച്ച് ഏതോ നാട്ടിൽ നിന്ന് കേട്ടപ്പോൾ നാട്ടിലേക്ക് ഓടിയെത്തിയിട്ട് അതിനെ സ്വീകരിക്കുകയും അന്നു മുതൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പം നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ജീവൻ കൊടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്ത മഹാനായ സഹാബിയാണ് തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു.